ഡൊണാൾഡ് ട്രംപ് നോർഡിക് ഏലിയൻസുകൾക്കൊപ്പം നിൽക്കുന്ന ഒരു ചിത്രം കഴിഞ്ഞ ദിവസം ട്രെൻഡിങ്ങിൽ നിൽക്കുന്നുണ്ട് ട്വിറ്ററിൽ. ആ ചിത്രം വന്ന കാലയളവ് നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാട്ടോ. കാരണം UFO ഫയൽസിന്റെ 3rd ബാച്ച് റിലീസ് ചെയ്തതിന്റെ തൊട്ടു പിന്നാലെ പുള്ളി ഈ പിക്ചർ അപ്ലോഡ് ചെയ്യുന്നു. ആദ്യത്തെ ബാച്ച് UFO ഫയൽസ് അപ്ലോഡ് ചെയ്ത മെയ് 2 പിന്നാലെയും പുള്ളി ഇതുപോലൊരു ചിത്രം, ഗ്രേ ഏലിയൻസിനെ ഹാൻഡ് കഫ് വെച്ചുകൊണ്ട് പോകുന്ന ഒരു ചിത്രം ട്വിറ്ററിൽ അദ്ദേഹം അപ്ലോഡ് ചെയ്തു, ഡിലീറ്റ് ചെയ്തു. അതുപോലെ ഇപ്പം സംഭവിച്ച പോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു. ഇത് അത്ര നിഷ്കളങ്കമായ ഒരു കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്കങ്ങനെ തോന്നുന്നില്ല. എൻ്റെ ഡീകോഡിങ് ഞാൻ പറയാം. പൊതുവെ ഗ്രേ ഏലിയൻസ് എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒബ്സർവേഷൻ സ്കില്ലുള്ള കുറച്ച് കുഴപ്പക്കാരായിട്ടുള്ള ആൾക്കാരാണ്. അതായത് ആൾക്കാരെ നമ്മുടെ കഥകൾ യൂഫോളജി പ്രകാരം നമ്മുടെ ഭൂമിയിൽ നിന്നുള്ള മനുഷ്യരെ അബ്ഡക്ട് ചെയ്ത് കൊണ്ടുപോയി വൈദ്യപരീക്ഷണങ്ങൾക്ക് വിധേയരാക്കുന്ന ടീമുകളാണ് ഈ ഗ്രേ ഏലിയൻസ് എന്ന് പറയുന്നത്. യൂഫോളജി കഥകൾ പ്രകാരമുണ്ട്. അതേ സമയത്ത് ആ ഒരു ഏലിയനെ ഹാൻഡ് കഫ് ചെയ്യുകയും ചെയ്തു. വാട്ട് ഈസ് നോർഡിക് ഏലിയൻസ്? നോർഡിക് ഏലിയൻസ് പൊതുവെ കുറച്ച് ആത്മീയമായ കാര്യങ്ങളിൽ നിൽക്കുന്ന, വളരെ ഇടപെടാൻ കഴിയുന്ന ആൾക്കാരാണ് എന്നാണ് പൊതുവെ പറയുന്നത്. അങ്ങനെയാകുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ വൈറ്റ് ഹൗസിലേക്ക് വിളിച്ചിരുത്തി അവർക്ക് സ്വീകരണം കൊടുത്തു എന്ന് പറയുന്ന രീതിക്ക് ഒരു പിക്ചർ അപ്ലോഡ് ചെയ്യുമ്പോൾ അതത്ര നിസ്സാരവും നിഷ്കളങ്കവുമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം ഇദ്ദേഹം പറയാൻ ശ്രമിക്കുന്ന കാര്യം എന്താണ്? കുഴപ്പക്കാരായിട്ടുള്ള ഏലിയൻസിനെ ഹാൻഡ് കഫ് വെച്ചിട്ട് ആത്മീയമായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇടപെടാൻ പറ്റുന്ന ആൾക്കാരുമായിട്ട് അവർ ഇടപെടുന്നുണ്ടെന്നുള്ള വിവരം നമ്മളെ കോഡഡ് ആയിട്ട് അറിയിക്കുന്നതാണോ, അതോ നമ്മുടെ ഉള്ളിൽ ചില മേക്ക് ബിലീഫുകൾ ഉണ്ടാക്കുന്നതാണോ? അതായത് UFO വരുന്നുണ്ട്, ഏലിയൻസ് ഇൻവേഷൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാർക്ക് തന്നെ എന്തെങ്കിലും ഒപ്പിക്കാനുള്ള പരിപാടിയാണോ എന്നാണ് എനിക്ക് സംശയം. കാരണം ന്യൂ വേൾഡ് ഓർഡർ 2030 പ്രകാരം അധികാരം എന്ന് പറയുന്നത്, അല്ല, ലോക നിയന്ത്രണം എന്ന് പറയുന്നത് അമേരിക്കയുടെ കയ്യിൽ നിന്ന് കുറച്ചായിട്ട് ലൂസ് ആവുന്നുണ്ട്. അത് തിരിച്ചു പിടിക്കാനുള്ള ഗിമ്മിക്കാണോ ഇതെന്ന് അറിയില്ല. കാരണം ചൈന കുറേയും കൂടി സ്ട്രോങ് ആവുന്നുണ്ട്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും.